ഹായ് ഡിയേഴ്സ്. ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ഓൺലൈൻ കൺസൾട്ടേഷനെ കുറിച്ചുള്ളൊരു ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഞാൻ ഈ ഒരു ഡോക്ടറിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ നല്ലൊരു ഡോക്ടറാണെന്നും വളരെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല പോയിൻ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നതും എടുക്കുന്നതും. അങ്ങനെ ഈ ഡോക്ടറിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എനിക്ക് അവിടുന്ന് ഉണ്ടായ സർവീസ് എനിക്ക് അത്ര പോരായിരുന്നു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എവിടെയും പറയുകയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഡോക്ടറിൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു ഓൺലൈൻ കൺസൾട്ടേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് തികച്ചും എനിക്ക് കിട്ടിയ ഒരു സർവീസിനെക്കാട്ടിയും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു ഡോക്ടർ അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഓരോരുത്തർ കമൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഞാനും കമൻറ്റ് ചെയ്തിരുന്നു, ഇല്ല മാം, എനിക്ക് ഇങ്ങനെ ഒരു സർവീസ് ഒന്നും അല്ല കിട്ടിയിരുന്നതെന്ന് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫാണോ ആരോ എന്താണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. വിത്തിൻ സെക്കൻഡ്സ് തന്നെ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ചോദിച്ചു, ഹായ്, നിങ്ങൾ ഇവിടെ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്ക്, ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പേരും പറഞ്ഞു. അതേപോലെ ഞാൻ 2 ഡേയ്സ് മുമ്പ് മെസ്സേജ് ചെയ്തിരുന്നെന്നും ഞാൻ മെസ്സേജ് അയച്ചു. കാര്യം എൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്ന് പറയുന്നത് എൻ്റെ ഒരു പേര് വെച്ചിട്ടല്ല. സോ അവർക്ക് ഫേക്ക് ആണോ എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ പേര് അറിഞ്ഞതിന് ശേഷമെങ്കിലും അവരൊരു ക്ലിയർ ആയിട്ട് നമുക്കൊരു റിപ്ലൈ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവർക്ക് പറയായിരുന്നു. അവർ പിന്നെ ഇതുവരെ ആയിട്ടും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ജൂൺ 10th നൈറ്റ് ആയിരുന്നു ഈ സംഭവം. ഇന്നിപ്പോൾ 11th ആണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് ഡോക്ടറിൻ്റെ ആ ഒരു വീഡിയോ കാണാം. ഒരു കൺഫ്യൂഷൻ ആണ്, ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ വർക്ക് ആവോ എന്നുള്ളത്. അപ്പം ബേസിക്കലി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം വേണ്ട നമ്മുടെ കൺസേൺസ് ഒക്കെ, ഇപ്പം സ്കിൻ പിഗ്മെന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആക്നെ ആയിരിക്കും, ഹെയർ ഫോൾ ആയിരിക്കും, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കൺസേൺസും നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷനിൽ നോക്കാറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഓൺലൈൻ കൺസൾട്ടേഷന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫോട്ടോ അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള നമ്മൾ ഫോളോ അപ്പിന് വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കവർ ആവുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് എന്ത് കൺസേൺ ആണ് അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻ ക്ലിനിക് വിസിറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ച് അഫോർഡബിൾ ആയിട്ട് ഫ്രം യുവർ കംഫോർട്ട് സോണിലാണ് നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. സോ ഇനി ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വേണ്ട, നമ്മുടെ ബയോയ്ക്കകത്ത് ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി എബ്രോഡ് ആണ്, ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ, ട്രീറ്റ്മെന്റ് കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. യെസ്, ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഇതേപോലെ ഇൻസ്റ്റയിൽ ചോദിച്ചു. അങ്ങനെ ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് ഡോക്ടറിൻ്റെ വാട്സാപ്പ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഭയങ്കര വലുതാക്കി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ആക്കി ഞാൻ പറയുന്നില്ല. കാര്യം ഭയങ്കര ലോങ് ആയി പോകും വീഡിയോ. സോ ഞാൻ ജസ്റ്റ് എനിക്ക് സംഭവിച്ച എന്താണെന്നുള്ളത് ഞാൻ വളരെ ഒരു ചെറിയ ഒരു ബ്രീഫായിട്ട് കാര്യം പറഞ്ഞു തരാം. സോ നിങ്ങൾക്ക് ആർക്കും അത് പറ്റാതിരിക്കുക. കാര്യം ലോങ് വീഡിയോ ആകുമ്പോൾ ആരും കേൾക്കാനോ എടുക്കാനോ നിൽക്കില്ല. സോ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുത്തു. അപ്പോൾ അതിൽ നമുക്ക് 500 റുപ്പീസാണ് വരുന്നത്. അതിൽ ഡോക്ടറിന് നമ്മുടെ ഹെയർ ടൈപ്പ്, മെഡിക്കൽ ഹിസ്റ്ററി, കറണ്ട് സ്കിൻ കെയർ റൂട്ടീൻ ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തു. അങ്ങനെ നമുക്കൊരു ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഗൂഗിൾ മീറ്റിൽ ഞാൻ ജോയിൻ ആയി. ഡോക്ടർ അധികമൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് അനലൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചില്ല. എൻ്റെ അടുത്ത് ആകെ ചോദിച്ചത് രണ്ട് കാര്യമാണ്, ഏജും പിന്നെ സ്ഥലം എവിടെയാണെന്നും ചോദിച്ചു. അത് മാത്രമാണ് ആകെ ചോദിച്ചത്. പിന്നെ ഡോക്ടർ കുറേ മെഡിസിൻസ് എനിക്ക് എഴുതി തന്നത്, ഫേസ് വാഷ്, നിയാസിനമൈഡ്, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് എനിക്ക് എഴുതി തന്നത്. നമുക്കൊരു 7 to 8 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 9 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു കൺസൾട്ടേഷൻ. സോ അതിൽ ഞാൻ അങ്ങോട്ട് പറയാണ് എൻ്റെ സ്കിന്നിൻ്റെ എനിക്ക് പ്രശ്നം റെഡ്നെസ് ആണ്, അതേപോലെ മറ്റേ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ഡൾ ആവുന്നുണ്ട്, പിന്നെ സ്മോൾ ബംസ് ഫേസിൽ വരുന്നുണ്ട് എന്നെല്ലാം ഞാൻ കൺസേൺസ് അങ്ങോട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ ഇന്ന പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നും ഞാൻ അവിടെ പറഞ്ഞു. പക്ഷേ എന്നോട് ഇങ്ങോട്ട് ഇപ്പം സൺസ്ക്രീൻ്റെ കാര്യമൊക്കെ പറയുമ്പം ഞാൻ ഈ ഡോക്ടറിൻ്റെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള നിങ്ങൾ എത്രത്തോളം സൺ എക്സ്പോഷർ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് സൺസ്ക്രീന് ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. പക്ഷേ എന്നോട് ഇങ്ങോട്ട് എന്താ ജോബ് അങ്ങനെ എന്തെങ്കിലും സൺ
എക്സ്പോഷർ ഉണ്ടോ, ഒരു കാര്യങ്ങളും ചോദിച്ചില്ല. പിന്നെ ഈ പറയുന്ന മെഡിസിൻസ് എല്ലാം ഇങ്ങനെ എഴുതിയിട്ട് ഇത് എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അത് ലാസ്റ്റ് പറഞ്ഞു ഈ മെഡിസിൻസ് അവിടെ കിട്ടുമോ നോക്ക്, ഇല്ലെങ്കിൽ അവർ കൊറിയർ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പ്രാവശ്യം ഡോക്ടറിന് മെസ്സേജ് അയച്ചു. ഈ പറയുന്ന മെഡിസിൻസ് ഒന്നും നമ്മുടെ ഫാർമസിയിലുള്ള ആൾക്കാർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നിയാസിനമൈഡ് അത് ഏത് ബ്രാൻഡാണോ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ആളുകൾക്കത് മനസ്സിലാവുന്നില്ല. ഇതൊന്ന് ടൈപ്പ് ചെയ്ത് ഇടുവോ ചോദിച്ചു. പക്ഷെ അതിനൊന്നും റിപ്ലൈ ഉണ്ടായിരുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഈ മെഡിസിൻസ് ഇവിടെ എല്ലാം അന്വേഷിച്ചിട്ട് നമുക്കിവിടെ കിട്ടിയില്ല. അപ്പോഴും ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു അറ്റ്ലീസ്റ്റ് ഇതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഇവിടെ കിട്ടുന്നതോ അല്ലെങ്കിൽ ആ പേരോ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുവോ, അല്ലെങ്കിൽ അതിൻ്റെ ചാർജസ് എത്രയാണെന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്ത് ഇടുവോ ചോദിച്ചു. അപ്പോൾ അതിൽ കുറച്ച് മെഡിസിൻസിൻ്റെ മാത്രം ചാർജസ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എനിക്ക് ഇട്ട് തന്നു. അങ്ങനെ സംഭവങ്ങൾ, ഈ കോൺവെർസേഷൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതായത് മെഡിസിൻസ് തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത്. കാര്യം ഡോക്ടർ അവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറേ ഡിലേ വന്നു. പിന്നെ ഡോക്ടർ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യം മറന്നുപോയി, ഫോളോ അപ്പിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരെ ഇപ്പം ജൂണായി, ഇപ്പം ഞാൻ 27th ജനുവരിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരു ഫോളോ അപ്പും എനിക്ക് ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയില്ല. അൺലെസ് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുമ്പം കുറേ ഡേയ്സ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് മറുപടി വരും എന്നല്ലാതെ ഒന്നും എനിക്കൊരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. സോ എല്ലാവരോടും ഇങ്ങനെ ആവണമെന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഒരു 7,000 റുപ്പീസ് സംതിങ് ആണ് ഈ സംഭവങ്ങളെല്ലാം വാങ്ങുകയാണെങ്കിൽ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും അഫോർഡബിൾ അല്ല. അപ്പം ഞാൻ അതിൽ നിന്ന് 2-3 സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ ഒരു 2,000 സംതിങ് വിത്ത് ഡെലിവറി ചാർജ് എനിക്ക് 300 ആയി. അതിപ്പം 2 പ്രോഡക്ട്സ് ആയാലും 4 പ്രോഡക്ട്സ് ആയാലും ഡെലിവറി ചാർജ് 300 ആണ്. അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ട് 2,000 റുപ്പീസ് സംതിങ് ഞാനത് പേ ചെയ്തു. പ്രോഡക്റ്റ് കിട്ടി. സോ അതൊരു ലോങ് ജേർണി ആയിരുന്നു. ഈ ഒരു മെഡിസിൻ കിട്ടുന്നിടം വരെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ നമുക്ക് വേഗം എല്ലാ സംഭവങ്ങളും കിട്ടും എന്നുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല. അതൊരു ലോങ് പ്രൊസീജിയർ ആയിരുന്നു. നിയർലി 1 മന്തോളം എടുത്തു എനിക്ക് ആ ഒരു മെഡിസിൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടും. ഡോക്ടർ ഈ പറഞ്ഞ കാര്യം നമ്മുടെ കാര്യം മറന്നും പോയി. അങ്ങനെ കുറച്ച് ലോങ് പ്രൊസീജിയർ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തോട്ടെ ചോദിച്ചു. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അലർജിക് റിയാക്ഷൻസ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഡോക്ടറിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിന് എൻ്റെ സ്കിന്ന് എന്താണെന്നുള്ളത് ഈ പറയുന്ന മെസ്സേജസിലൂടെ തന്നെ മനസ്സിലാവും. കാര്യം എനിക്ക് ഇതിടുമ്പോൾ അലർജി അല്ലെങ്കിൽ റാഷസ് കൂടുന്നുണ്ട്, എൻ്റെ സ്കിൻ കണ്ടീഷൻ ഇതാണ് എന്നൊക്കെ ഡോക്ടറിന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് ഈ മെഡിസിൻ കിട്ടിയിട്ട് ഞാനാകെ 3 എണ്ണമാണ് അതിൽ വാങ്ങിച്ചത്. അതായത് ഒരു മോയ്സ്ചറൈസർ, പിഗ്മെൻറ്റേഷൻ സിറം ആൻഡ് ടാൻ ഗ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൺസ്ക്രീൻ. ടാൻ ഗ്രോസ് എന്ന് പറയുന്ന സൺസ്ക്രീൻ ലാസ്റ്റ് ഒരു ഇവിടെ പറഞ്ഞ് അപ്പോളോയിൽ നിന്ന് അവർ എനിക്ക് എവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് അതെനിക്ക് അയച്ചു തന്നു. ബാക്കി 2 സാധനങ്ങളും എനിക്ക് ഈ പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കിട്ടിയത്. അങ്ങനെ ലാസ്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും മോയ്സ്ചറൈസർ യൂസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ബംസ്, അതായത് ഫേസിലുണ്ടായ തരിതരികൾ കൂടുതലായിട്ട് വന്നു. അത് ഞാൻ ഡോക്ടറിന് വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം. മറ്റ് വീഡിയോസും ഒക്കെ ഞാൻ ഡോക്ടറിന് അയച്ചു കൊടുത്തു. പക്ഷേ ഇതെനിക്ക് കൂടുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, ചെറിയ തരത്തിലുള്ള ചൊറിച്ചിൽ. അങ്ങനെ ഞാൻ ഡോക്ടറിന് മെസ്സേജ് ചെയ്തു, ഇതെനിക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറിന് മെസ്സേജ് ചെയ്തു. ഡോക്ടർ എനിക്ക് തിരിച്ചു പറഞ്ഞു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് അങ്ങനെ മാത്രം യൂസ് ചെയ്യും, ഇത് 3ഉം കൂടെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോർണിംഗ് ഫസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്ത് നോക്കി. സോ ഈവനിങ് ആകുമ്പോഴത്തേക്ക് തന്നെ ഈ പറഞ്ഞ പോലെ റെഡിഷും ഈ പറഞ്ഞ ബംസും ഒക്കെ കൂടി വരികയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ട്രൈ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത ട്രൈ ചെയ്തത് ടാങ്ക്രോസിൻ്റെ സൺസ്ക്രീനാണ്. ടാങ്ക്രോസിൻ്റെ സൺസ്ക്രീന് ഈ 1 ഫിംഗർ റൂള് ആ ഒരു രീതിയിൽ നമുക്ക് തീരെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒരു പീ സൈസ് എമൗണ്ട് 2 പംപ്സ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ ചൊറിച്ചിൽ കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നുണ്ട്. പക്ഷേ 1 ഫിംഗർ റൂൾ ആണെങ്കിൽ നല്ലപോലെ ചൊറിച്ചിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിഗ്മെൻറ്റേഷൻ സിറം നൈറ്റ്, അതും എനിക്ക് ചൊറിച്ചിൽ വരുന്നുണ്ട്. പക്ഷേ റെഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും പിഗ്മെൻറ്റേഷൻ സിറത്തിൽ നിന്നും വരുന്നില്ല. അത് ഞാൻ ഡോക്ടറിനെ അതേപോലെ അറിയിച്ചു. പക്ഷേ ഡോക്ടർ പിന്നെയും ഇതേ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്, 1 by 1 ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പോഴും ഞാൻ വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനെ യൂസ് ചെയ്തിട്ടും എനിക്കിതേ സെയിം ഇഷ്യൂസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും എനിക്കൊരു പ്രോപ്പറായിട്ടൊരു റിപ്ലൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് എനിക്കുണ്ടായിട്ടില്ല. എന്നിട്ട് പിന്നെയും ഞാൻ ഇതിനെക്കുറിച്ച് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് പറഞ്ഞു ടാങ്ക്രോസ് എന്ന് പറയുന്ന സംതിങ് 800-900 റുപ്പീസാണ് ആ ഒരു സൺസ്ക്രീന്. ആ ഒരു സൺസ്ക്രീൻ മാറ്റിയിട്ട് വേറെ UV ഡോക്സിൻ്റെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു. അത് കയ്യിലോ കാലിലോ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക്
ശരിക്കും അത് നമുക്ക് ഭയങ്കര വേദനയുള്ളതാക്കി. കാര്യം ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ ആ ഒരു സംഭവം വാങ്ങിച്ചിട്ട് ഈ പറയുന്ന ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയ സംഭവം നമുക്ക് തരുമെന്ന് പറഞ്ഞൊരു ഡോക്ടർ തന്നെ എന്നോട് പറയുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട, അത് മാറ്റിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞു, UV ഡോക്സിൻ്റെ ഒരെണ്ണം യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇത് കിട്ടാതിരുന്ന കാലത്ത് ഞാൻ ഈ ഡോക്ടറിനോട് ചോദിച്ചിരുന്നതാണ്, ഇത് വേറെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ, ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഉണ്ടോ? അപ്പോഴൊന്നും എനിക്കിത് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ടാങ്ക് റോസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടറിൻ്റെ കയ്യിൽ. അപ്പോൾ ഇപ്പോൾ വേറൊരു ബ്രാൻഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് വാങ്ങിച്ചൊന്നുമില്ല. കാര്യം 800-900 റുപ്പീസിൻ്റെ സംഭവം കയ്യിലും കാലിലും ഒക്കെ തേക്കാൻ വേണ്ടി അത്രയും ഫിനാൻഷ്യലി അത്രയും വലിയ സെറ്റപ്പ് ഒന്നും അല്ല. അപ്പോൾ അത് കാരണം ഞാനത് വാങ്ങിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെയും ഡോക്ടറിന് പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. പിന്നെയും ഞാൻ ഡോക്ടറിനോട് മീൻസ് കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും ഇതേ സെയിം തന്നെയാണ് പറഞ്ഞത്. വീണ്ടും അത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെയാണ് പറയുന്നത്. ഡോക്ടർ ഈ മെഡിസിൻസ് തന്നെ സ്റ്റിക്ക് ചെയ്ത് അത് എങ്ങനെയെങ്കിലും യൂസ്ഫുൾ ആക്കുക എന്നുള്ള രീതിയിലാക്കി മാറി. പിന്നെ കാര്യം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് അത് പോരാ എന്ന് നമുക്ക് തോന്നരുത്, ആ ഒരു രീതിയിലേക്കായി. അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടറിന് വീണ്ടും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഈ സെയിം ഇഷ്യൂസ് എനിക്ക് വീണ്ടും ഉണ്ട്, എനിക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഡോക്ടർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എന്താ ഇഷ്യൂ ചോദിച്ചു. അപ്പോൾ പിഗ്മെൻറ്റേഷൻ സിറം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഓയിലി അത് കണ്ടന്റ് ഉള്ളതുകൊണ്ടായിരിക്കും ബംസ് ഇങ്ങനെ തരി പോലെ ഉണ്ടാവുന്നത്, അതിന് നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ച് ഉപയോഗിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ 1 ഫിംഗർ റൂളൊന്നും യൂസ് ചെയ്യേണ്ട, 2 പംപ്സ് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ വരുന്നവരടുത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ സ്കിന്നിന് എന്താണോ ആപ്റ്റായിട്ടുള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്യുക, 1 ഫിംഗർ റൂളൊന്നും യൂസ് ചെയ്യേണ്ട. അപ്പോൾ എനിക്കത് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. കാര്യം നമ്മളൊക്കെ പണ്ട് ഇച്ചിരി എടുത്തിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് പ്രോപ്പർ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല എന്നും 1 ഫിംഗർ റൂള് 2 ഫിംഗർ റൂൾ അത്രയും നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റയിലെ ഡോക്ടേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് മാറ്റി പറഞ്ഞത്. അങ്ങനെ വീണ്ടും ഞാനൊരു 1 മന്ത് ഈ ടാങ്ക് റോസ് സൺസ്ക്രീൻ മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2 ഡേയ്സ് മുമ്പ് ഞാൻ ഡോക്ടറിനോട് വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതേപോലെ ഞാൻ ആ പറഞ്ഞ സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്, എനിക്ക് മോയ്സ്ചറൈസർ ഒട്ടും പറ്റുന്നില്ല, പീ സൈസ് ഒരു കുഞ്ഞ് മറ്റേ പയറിൻ്റെ ആ ഒരു അളവിൽ എടുത്തിട്ട് പോലും എനിക്ക് പറ്റുന്നില്ല, സ്കിന്നിന് ഇത് പറ്റുന്നില്ല, ടാങ്ക് റോസ് ആയാലും ഇതായാലും എൻ്റെ സ്കിന്നിന് ചൊറിച്ചിൽ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ പിഗ്മെൻറ്റേഷൻ സിറം കണ്ടിന്യൂ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഫോട്ടോസ് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തു. അതായത് ഡോക്ടർ പറഞ്ഞ 3 സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ ഡോക്ടർ എനിക്ക് ഇതേക്ക് വരെ മെസ്സേജ് അയച്ചിട്ടില്ല. അത് എന്താണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിൽ അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ ഈ പ്രോഡക്റ്റിൻ്റെ അയച്ചു കൊടുത്ത ഡോക്ടർ എനിക്കിതൊന്നും റിപ്ലൈ അയച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ അതായത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേയോ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഇൻസ്റ്റയിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഫുള്ളി ഫേക്ക് ആണെന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നി. ഇവർ വെറുതെ നമ്മൾ ആളുകളെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കാൻ നിൽക്കുന്നതായിട്ട് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് വീഡിയോസും കണ്ട് ഇവർ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഇവർ ഈ ഒരു ലെവലിൽ എത്തിയിട്ട് ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ലെവലിലെത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടർ ആയിരുന്നു, അങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തതും. അത് കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ ഈ ഒരു കമൻ്റ് അവിടെ ഡിലീറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഇവരിൽ ഒരു വശവശക്ക് തോന്നി, ഇവരെന്താ അങ്ങനെ ഡിലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അപ്പോൾ ഉടനെ ഇവരെനിക്ക് നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവർക്ക് ഇപ്പോൾ അത് നമ്മൾ പബ്ലിക്കായിട്ട് വന്ന് പറയുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ ആയിരിക്കാം, എന്നാണെങ്കിൽ അവർ നമുക്ക് പേഴ്സണലി അയച്ച് അത് അവർ സോർട്ട് ഔട്ട് ചെയ്യുമെന്ന്. അത് ഞാനാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇതുവരെ അവർ എനിക്കതിനൊരു റിപ്ലൈ തന്നിട്ടില്ല. സോ നിങ്ങൾ ആരും ഇതുപോലൊരു ചതിക്കുഴിയിൽ പോയിട്ട് പെടരുത്. കാര്യം ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണണം എടുക്കണം എന്ന് എല്ലാവരും പറയും, ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനും പോയി എടുത്തതും. കാര്യം നമ്മളിങ്ങനെ ഓൺലൈനിലൊക്കെ ഒരുപാട് പേരെ കാണും, പക്ഷേ ഇത്രയും നല്ലൊരു ഡോക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ കൺസൾട്ടേഷനിൽ ഇങ്ങനെ കാണിച്ചു എന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തന്നിരിക്കുന്ന ടാങ്ക് റോസിൻ്റെ സൺസ്ക്രീൻ അത് ഓയിലി സ്കിന്നിനുള്ളതാണെന്ന് ഡോക്ടർ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്കിന്ന് ഓയിലി അല്ല, എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. അതാണ് ഈ എന്തിട്ടാലും റെഡിഷായി പോകുന്നത്, ഭയങ്കര സെൻസിറ്റീവാണ്. ഈവൻ ഒരു ഹണിയോ ഒരു ചെറിയൊരു സാധനം പോലും എൻ്റെ ഫേസിലിടാൻ പറ്റില്ല, അപ്പം തന്നെ ഫേസ് റെഡിഷ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു സെൻസിറ്റീവ് സ്കിന്നിന് എന്തുകൊണ്ട് ഓയിലി സ്കിന്നിൻ്റെ ടാങ്ക് റോസ് ഒരു സൺസ്ക്രീൻ തന്നു, അതല്ലെങ്കിൽ ഒരു ഇച്ചിങ് നമുക്കത് യൂസ് ചെയ്തപ്പോൾ തന്നെ ചൊറിച്ചിലാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ടാങ്ക് റോസ് സൺസ്ക്രീൻ ഇട്ടാൽ രാത്രി ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് രാത്രി കിടക്കുമ്പോഴൊക്കെ ചൊറിച്ചിലാണ് ഫേസിൽ. അപ്പം അത്രയും എൻ്റെ സ്കിൻ ബാരിയറിന് പറ്റാത്ത എന്തോ ഒരു സംഭവമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതവർക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറയാനും പറ്റില്ല, അത് കണ്ടിന്യൂ ചെയ്യുക എങ്ങനെയും കണ്ടിന്യൂ ചെയ്ത്
രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു രീതിയിലേക്കായി മാറിപ്പോയി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവരത് ഈ ഒരു ടൈമിനുള്ളിൽ അത് സോർട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിക്കും. അപ്പം ഞാൻ കുറേ കമൻസ് ഞാൻ കാണാറുണ്ട്, മാം ഇത് എങ്ങനെയാണ്, ഇത് ഓൺലൈൻ എങ്ങനെയാണ് അങ്ങനെ. അപ്പം എനിക്ക് പറയണമെന്നുണ്ട്, അയ്യോ പോയി ചാടി കൊടുക്കല്ലേ, കാശ് പോവും, ഒരു കാര്യവുമില്ല എന്നെനിക്ക് അവരോട് പറയും. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവർ എന്നോട് മാത്രമായിരിക്കും, ചിലപ്പോൾ അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു ബിസിനസ് ഫീൽഡായിട്ട് അവർ ഇതിനെ കാണുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാര്യം ഒരു 7,000 റുപ്പീസ് അവർ പേ ചെയ്യാൻ തന്നതിൽ ഞാൻ ഒരുപാട് സാധനം കട്ട് ഷോർട്ട് ചെയ്ത് ഒരു 2,000ലേക്ക് മാറി. അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് ഓക്കെ ആയിട്ടുണ്ടാവില്ല. കാര്യം എന്നെ പോലെ ഒരു ആളെ കിട്ടിയത് കൊണ്ട് അവർക്ക് വലിയ ലാഭവും കാര്യങ്ങളും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർ എന്നോടധികം സംസാരിക്കാതെ ഇവരിത് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പം ഇതിലിവർ അഫോർഡബിൾ റേറ്റ്സിൽ നിങ്ങൾ ഫോളോ അപ്പ് ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ ഫോട്ടോസ് അത് അനലൈസ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് എൻ്റെ കാര്യത്തിൽ 100% നുണയായിരുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ മരിയ ഖുർഷിദ് എന്നാണ്. അവരുടെ കൊല്ലത്തും ട്രിവാൻഡ്രത്തും ഒക്കെ അവർക്ക് ക്ലിനിക്കുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസും യൂട്യൂബിലും ഒക്കെ ഞാൻ ഇൻ്റർവ്യൂസൊക്കെ കാണുന്നുണ്ട്. അവിടെ എല്ലാം നല്ല കമൻസ് ആണ്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ കമൻറ്റ് അവർ ഡിലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഇൻസ്റ്റയിലുണ്ടായിരുന്ന ആർക്കെങ്കിലും എൻ്റെ പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും ഇതേപോലെ അവരവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒബ്വിയസ്ലി അപ്പം തന്നെ അവർ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. അപ്പം എന്താണ് നടക്കുന്നതെന്നുള്ളത് നമ്മളാരും അറിയുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിൽ വന്നിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാകുമ്പോൾ അവർക്ക് വന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിലും പിന്നെ ആളുകളിലേക്ക് ഇത് എത്തിക്കണം, നമ്മൾ എത്രത്തോളം കബളിക്കപ്പെടുകയാണ് എന്നുള്ളതും മറ്റാളുകളിലേക്ക്. ഇവരൊക്കെ നമ്മൾ ഫേമസ് ആണ്, അല്ലെങ്കിൽ ഇവരെ നമുക്ക് വിശ്വസിക്കാം എന്ന് വിചാരിച്ചാലും അവരുടെ ഇടയിലും ഉണ്ട് ഇതുപോലെ കുറേ ആൾക്കാർ, ജസ്റ്റ് ബിസിനസ് മാത്രമായിട്ട് നടക്കുന്ന ആൾക്കാർ. സോ എന്നെ പോലുള്ള ആൾക്കാർ നമ്മൾ കാശൊക്കെ ചുരുക്കൂട്ടി എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, ഫേസ് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് മാറണം, എടുക്കണം, എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെക്കുന്ന കാശുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ കൊണ്ട് കറക്റ്റായിട്ട് കൊണ്ട് കളയണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആരെയും മോശമാക്കാനോ അല്ലെങ്കിൽ ആരെയും പ്രൊഫഷനെ തള്ളി പറഞ്ഞിട്ടോ ഒന്നുമല്ല. നല്ല നല്ല ഡോക്ടേഴ്സും ഉണ്ട്, നല്ലതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സും ഉണ്ട്. പക്ഷേ അവരിലേക്കൊന്നും എനിക്കെത്താൻ പറ്റിയില്ല. എനിക്കെത്താൻ പറ്റിയ ഒരു സ്റ്റോറി ഇതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.